വിജയത്തോളം തിളക്കമുള്ള മടക്കം. രാഷ്ട്രീയ കൊടുങ്കാറ്റിനിടയിലും കളം നിറഞ്ഞാടിയ ശേഷമാണ് ഇറാൻ ടീം ലോകകപ്പ് വേദിയോട് വിട പറഞ്ഞത്. ഭൗമരാഷ്ട്രതന്ത്രത്തിന്റെ കരിനിഴലുകൾ വീണ മണ്ണിൽ നിന്ന് ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞാണ് അവർ വന്നത്. അമേരിക്കൻ മണ്ണിൽ ലോക ഫുട്ബോളിന്റെ ആ മഹാമേളയിലേക്ക് ഇറാൻ ചുവടുവെച്ചത് വെറുമൊരു കളിസംഘമായല്ല, ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായിട്ടായിരുന്നു. മത്സരത്തിന് വെറും 24 മണിക്കൂർ മുൻപ് മാത്രം വീസ അനുവദിച്ച അമേരിക്കൻ നടപടി കളിക്കളത്തിലും അവർ നേരിട്ട വിവേചനത്തിന്റെ നിർസാക്ഷ്യമായി. വിശ്രമമില്ലാത്ത പകൽ വഴികളും ഉറക്കമില്ലാത്ത രാവുകളും, ചുറ്റിലും നയതന്ത്ര പ്രതിസന്ധികളുടെ കനലുകളെരിഞ്ഞിട്ടും അവർ പതറിയില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനോടും ബെൽജിയത്തോടും ചോര ചീന്തി പൊരുതി നേടിയ സമനിലയുടെ കോട്ട കെട്ടി അവർ ലോകത്തെ അത്ഭുതപ്പെടുത്തി. ബെൽജിയവുമായുള്ള മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിൽ എഴുതിവെച്ച കത്ത് ഏറെ വൈകാരികമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പുരാതന പേർഷ്യ മുതൽ ഇന്നത്തെ ഇറാൻ വരെ ഇറാന്റെ വീര്യം സജീവവും ദൃഢവുമായി നിലനിൽക്കുന്നു. അഭിമാനത്തോടെയാണ് ലോസ് ഏഞ്ചൽസിലേക്ക് ഞങ്ങൾ എത്തിയത്. ലോസ് ഏഞ്ചൽസ് നൽകിയ ആതിഥ്യമര്യാദയ്ക്ക് നന്ദി. മാന്യതയോടെ മത്സരിച്ചു, അന്തസ്സോടെ മടങ്ങുന്നു. ഇറാനുവേണ്ടി ഹൃദയവും ശബ്ദവും ആത്മാവും നൽകിയ ഓരോ ഇറാനിക്കും നന്ദി. എല്ലാ രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും ബഹുമാനവും സൗഹൃദവും നിലനിൽക്കട്ടെ. കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു. ഈ ചിത്രം മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ചതാണ്. ഇറാന്റെ മിനാബ് നഗരത്തിലെ സ്കൂളിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ 168 പിഞ്ചോമനകളുടെ ജീവനാണ് പൊലിഞ്ഞത്. കത്തിൽ ആ ഹാഷ്ടാഗ് ഉൾപ്പെടുത്തി ലോകത്തെ അവർ വീണ്ടും അത് ഓർമ്മിപ്പിച്ചു. കാൽപന്ത് കളിയുടെ വിധിപുസ്തകം ഇറാനു വേണ്ടി തുറന്നിട്ടത് മറ്റൊരു അധ്യായമായിരുന്നു. സിയാറ്റിലിന്റെ പുൽമൈതാനത്ത് ശ്വാസമടക്കി പിടിച്ച ഇഞ്ചുറി ടൈമിൽ ഷുജാ ഖലീൽസാദെ വലകുലുക്കിയപ്പോൾ ഒരു രാജ്യം മുഴുവൻ ആനന്ദക്കണ്ണീരോടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതാണ്. എന്നാൽ സാങ്കേതികതയുടെ ഇഴകീറി പരിശോധനയിൽ ആ സ്വപ്നം ഒരു ഓഫ് സൈഡ് വിധിയിൽ ഒടുങ്ങിയപ്പോൾ അവിടെ തകർന്നു വീണത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളായിരുന്നു. കൻസാസ് സിറ്റിയിൽ ഓസ്ട്രിയയും അൾജീരിയയും സമനിലയിൽ പിരിഞ്ഞതോടെ ആ ചരിത്ര നോക്കൌട്ട് നേട്ടം ഇറാന്റെ കൈത്തുമ്പിൽ നിന്നും നഷ്ടമായി. ഒരു ടീമിന് ഗ്രൂപ്പിൽ നിന്ന് മുന്നേറാനായേക്കും, എന്നാൽ നീതിയും അന്തസ്സും കൊണ്ട് മാത്രമേ ചരിത്രത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയൂ. തോറ്റുമടങ്ങുമ്പോഴും സിയാറ്റിലിന്റെ ഡ്രസ്സിംഗ് റൂമിലെ ആ ശൂന്യതയിൽ അവർ എഴുതിവെച്ച വാക്കുകൾ ഫുട്ബോൾ ചരിത്രത്തിന്റെ നെഞ്ചിലാണ് ആഴ്ന്നിറങ്ങിയത്. വീർപ്പുമുട്ടിച്ച ഉപരോധങ്ങൾക്കും അനീതികൾക്കും മുകളിലേക്ക് ആത്മാഭിമാനത്തിന്റെ കൊടിപാറിച്ച് തലയുയർത്തിപ്പിടിച്ചു മടങ്ങിയ ഇറാൻ സംഘം ഈ ലോകകപ്പ് കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.